നമുക്ക് ആലപ്പിയിൽ നിന്ന് തുടങ്ങാം. ആലപ്പി നമുക്കറിയാം പുതിയൊരു ക്യാപ്റ്റനാണ്. കഴിഞ്ഞ വർഷത്തെ ക്യാപ്റ്റൻ ഇക്കുറി വൈസ് ക്യാപ്റ്റനായിട്ട് ഒപ്പമുണ്ട്. അതിലപ്പുറം ജലജ് സക്സേന ടീമിലുണ്ട്. അങ്ങനെ ഒരുപിടി താരങ്ങളെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു താരലേലത്തിൽ കാര്യമായി അറിഞ്ഞു പണിയെടുത്തൊരു ടീം എന്ന് പറയുന്നത് ആലപ്പിയാണ്. ഒരു 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 ഭയങ്കര ഒരു കോർ ടീം. കഴിഞ്ഞ 2 വർഷം കിരീടത്തിലെത്താൻ പറ്റാത്ത എല്ലാ വിഷമവും തീർക്കാൻ പറ്റുന്ന ഒരു സ്ക്വാഡിനെ അവർ എത്തിച്ചിട്ടുണ്ട്. എന്താണ് ആലപ്പി ടീമിലുള്ള ഒരു പ്രതീക്ഷകൾ? എങ്ങനെ ഉണ്ടാവും അവരുടെ ഒരു സ്ക്വാഡിനെ പറ്റിയുള്ളൊരു അഭിപ്രായം എന്താണ്? സച്ചിൻ ബേബി, മുഹമ്മദ് അസറുദ്ദീൻ, ജലജ് സക്സേന, സിബിൻ ഗിരീഷ്, അഭിജിത്ത് പ്രവീൺ, അക്ഷയ് ടി.കെ, ആകാശ് പിള്ള, ശ്രീരൂപ്, വിനില്, അരുൺ കെ, അഖിൽ ദേവ്, അജിനാസ്, ആഷിഖ് അലി, അമൽ രാജ്, അജയ് ഘോഷ്, അജിത് രാജ്. ഇതാണ് ഒറ്റ ഗെയിം. ചിലപ്പം മിസ്സായിട്ടുണ്ടാവാം ഏതെങ്കിലും പേരുകളൊക്കെ. നോക്കണം, സച്ചിൻ ബേബി, മുഹമ്മദ് അസറുദ്ദീൻ. ഇതിനപ്പുറത്തേക്ക് ടീമിന്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് നോക്കണം. അതിനപ്പുറത്ത് ഒരു ചെക്ക് കൂടി ജലജ് സക്സേന. അതായത് ഇന്ത്യൻ ക്രിക്കറ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ കേരള ക്രിക്കറ്റിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഈ പേരുകൾക്ക് അപ്പുറത്തേക്ക് ഒന്നുമില്ല. ആ 3 പേരുകൾ ഒരുമിച്ച് ഒരൊറ്റ ടീമിൽ T20 കളിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു കരുത്താണ് അവരെ സംബന്ധിച്ചിടത്തോളം. സിബിൻ ഗിരീഷ് ഏറ്റവും ആകർഷകമാകുന്നത് അദ്ദേഹത്തിന്റെ ഓപ്ഷനിൽ അദ്ദേഹത്തിന്റെ റേറ്റ് തന്നെയല്ല. 11,80,000 ഏറ്റവും കൂടുതൽ വില കൂടിയ താരമായിട്ട് വരികയാണ്. അഭിജിത്ത് പ്രവീൺ നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ്. ഒരു ഗംഭീരമായിട്ടുള്ള പെർഫോമറാണ് അദ്ദേഹം. അഭിജിത്ത് പ്രവീൺ, അക്ഷയ് ടി.കെ, എല്ലാ തലത്തിലും മികച്ച ഒരു സ്ക്വാഡ് നമ്മൾ കാണുകയാണ്. അത് കേരള ടീം എവിടെ കളിക്കാൻ പോയാലും ഈ ടീമിൽ ഏതെങ്കിലും ഒരു പ്ലെയർ പേരോടെ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ തവണ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു പേരുകളൊന്ന് അജയ് ഘോഷിൻ്റെതായിരുന്നു. കൊല്ലത്തിന്റെ ബോളറായിരുന്നു അജയ് ഘോഷിന്റെ യോർക്കറുകളെ കുറിച്ച് നമ്മൾ അന്ന് ചർച്ച ചെയ്ത് അത് വലിയ തോതിൽ വൈറലാവുകയും ചെയ്തതാണ്. പിന്നെ മത്സരത്തിലല്ലേ സഞ്ജുവിന്റെ വിക്കറ്റ് എടുത്തതാണ്. അതെ ബൗൾഡാക്കിയാണ് അജയ് ഘോഷ്. അപ്പൊ അജയ് ഘോഷ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ ക്യാമ്പിൽ കണ്ടിരുന്നു. വൻ ഹാപ്പിയിലാണ് അജയ് ഘോഷ് ഉൾപ്പെടെ. അജിനാസ്, അഖിൽ ദേവ് കോഴിക്കോട്ടുകാരനാണ്. കഴിഞ്ഞ വർഷം KCL ആദ്യത്തെ ഹാട്രിക് എടുത്ത് ഒരു പ്ലെയറാണ്. അപാര ബോളറാണ്, ഉഗ്രം ബോളറാണ്. അപ്പം ഈ സ്ക്വാഡ് വളരെ പെർഫെക്റ്റ് ആണ് അവരെ സംബന്ധിച്ച്. ഞാൻ വിചാരിക്കുന്നത് അവസാന 4ലേക്കൊക്കെ നമ്മൾ ആദ്യഘട്ടത്തിൽ പറയുകയാണ്. കപ്പടിക്കുമെന്ന് ഇപ്പം നമ്മൾ പറയുന്നില്ല. കാരണം കളി ഒന്ന് തുടങ്ങി ഒന്ന് സ്റ്റേബിൾ ആവണം. 20 ഓവർ കളി, 120 പന്തിൻ്റെ കളിയാണ്. അതിൽ നമ്മൾ ആ പ്രതീക്ഷ പറയുന്നില്ല. പക്ഷേ അവസാന 4ലേക്കൊക്കെ വളരെ ഈസിയായി എത്താനുള്ളൊരു സാധ്യത ആലപ്പുഴയിൽ നമ്മളിപ്പോൾ കാണുകയാണ്. അതിന് മുകളിലേക്ക് പോകേണ്ട ഒരു ടീം തന്നെയാണ്. കാരണം പിന്നെ സച്ചിൻ ബേബിയെക്കുറിച്ച് നമ്മൾ പ്രത്യേകം ഒന്ന് എടുത്തു പറയണം. കൊല്ലത്തിന് ആദ്യം ചാമ്പ്യനാക്കിയത് സച്ചിൻ ബേബിയാണ്. അവസാന മത്സരത്തിലെ ഫൈനൽ മത്സരത്തിലെ സെഞ്ചുറി അടിച്ച് രണ്ടാമത്തെ ഫൈനലിൽ അതെ രണ്ടാമത്തെ കൊച്ചിക്കെതിരെ ഫൈനലിലെത്തി. അപ്പം സച്ചിൻ ബേബിയുടെ ക്യാപ്റ്റൻസി, സച്ചിൻ ബേബിയുടെ കളിയിലെ മികവ്, ഇതെല്ലാം ആലപ്പുഴയ്ക്ക് അനുകൂലമായി വരുന്നു എന്നുണ്ടെങ്കിൽ സംതിങ് നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കണം. അത് തന്നെയാണ് ആലപ്പുഴയുടെ കാര്യം പറയുമ്പോൾ. കഴിഞ്ഞ സീസണിലൊക്കെ അവരെ മെയിൻ പ്രശ്നം ഉണ്ടായിരുന്നത് അവരെ ബാറ്റിങ്ങിലെ ഒരു സ്ഥിരതയില്ലായ്മ ഉണ്ടായിരുന്നു. അതായത് കൂടുതലും അസറിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അസറാണെങ്കിൽ ഇടയ്ക്ക് പോവുകയും ചെയ്തു മത്സരം. അപ്പോൾ അവരുടെ ടീമിന്റെ മൊത്തം ഒരു ഘടന തന്നെ ഒരു അവസ്ഥ കുറച്ച് മാറ്റം വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ തുടക്കത്തിലെ മത്സരങ്ങളിലൊക്കെ കുറച്ചൊരു പ്രശ്നം വന്നു. ഇപ്രാവശ്യം പക്ഷെ അത് അവർ കൃത്യമായിട്ട് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ സീനിയർ പ്ലേയേഴ്സിന് തന്നെ അത്രയും എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ട് ബാറ്റിങ്ങിൽ ഇടുമ്പം അവർ കൃത്യമായിട്ട് കിരീടം തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ സീസണിലെ ആ ഒരു പരാജയം മറയ്ക്കാൻ ഇത്തവണ കിരീടം തന്നെ ലക്ഷ്യമിട്ടുള്ള ഗംഭീര ടീമാണ്. ഇപ്പോൾ ഈ സ്ക്വാഡ് നമ്മൾ ഇത്രയും 6 ടീമിൻ്റെ സ്ക്വാഡ് പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും സ്ട്രോങ് സ്ക്വാഡ് ഡെപ്തുള്ള ഒരു ടീം എന്ന് പറയേണ്ടത് ആലപ്പി തന്നെയാണ്. ജലജ് സക്സേനയുടെ തിരിച്ചുവരവ് കൂടിയാണ്. ജലജ് സക്സേന കേരള ക്രിക്കറ്റിൽ നിന്ന് വിട്ടുപോയതിന് ശേഷം അദ്ദേഹം തിരിച്ച് കേരള ക്രിക്കറ്റിലേക്ക് മടങ്ങി വരുന്നത് KCL കൂടിയാണ്. അത് ആലപ്പുഴയ്ക്ക് വേണ്ടിയാണ്. ഇനി നമുക്ക് കോഴിക്കോടിലേക്ക് പോകുമ്പം കോഴിക്കോടിൻ്റെ ക്യാപ്റ്റൻ രോഹൻ കുന്നുമ്മലാണ്, വൈസ് ക്യാപ്റ്റൻ അഖിൽ സ്കറിയയാണ്. അതുപോലെ തന്നെ വിഘ്നേഷ് പുത്തൂരിക്കുറി കോഴിക്കോടിനൊപ്പമുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണദേവൻ. ഈ ഒരു താരലേലത്തിൽ നമുക്കറിയാം സിബിൻ ഗിരീഷ് കഴിഞ്ഞു കഴിഞ്ഞാൽ 11 ലക്ഷത്തോളം വില വരുന്ന ഒരു താരമാണ്. അപ്പോൾ ഇത്തരം ഒരു കോഴിക്കോടും ആദ്യത്തെ ഒരു കിരീടം തേടി വരാം. നമുക്ക് ആദ്യ വർഷത്തെ ഫൈനലിലുണ്ടായിരുന്നു. 2ാം വർഷം അവർക്ക് അവസാനം 2ലേക്ക് എത്താൻ പറ്റിയില്ല. പക്ഷേ ഇക്കുറി അവരും നമ്മളെ താരതമ്യം നല്ല സ്ട്രോങ് ബാലൻസർ, നല്ല ഹിറ്റർമാരുള്ള, നന്നായി പന്തെറിയുന്ന, നന്നായി കളി തിരിക്കാൻ പറ്റുന്ന, ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ട് ഒരുപാട് താരങ്ങൾ ആ നിരയിലുണ്ട്. എന്താണ് കോഴിക്കോടിൻ്റെ ടീമിലൊരു അനാലിസിസ്? ഞാൻ ഈ യാത്രക്കിടയിൽ ടീമുകളെല്ലാം പ്രാക്ടീസ് നടത്തുന്ന മൈതാനങ്ങളിൽ പോയി അവരുമായിട്ട് നേരിട്ട് സംസാരിക്കുകയും കാണുകയും അവരുടെ പരിശീലനം കാണുകയൊക്കെ ചെയ്തതാണ്. കോഴിക്കോട് ടീമിന് നമ്മൾ ഏറ്റവും പെട്ടെന്ന് ജെല്ലായ ഒരു ടീമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. ഭയങ്കര ഒത്തൊരുമ അവരുടെ ടീമിൽ നമ്മൾ കാണുന്നുണ്ട്.
അത് ഗ്രൗണ്ടിൽ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫസി പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട പേര് പറഞ്ഞു വന്നപ്പോൾ മിസ്സായി പോയിട്ടുണ്ട്. സൽമാൻ നിസാർ എന്ന് പറയുന്ന സൂപ്പർമാൻ. അപ്പോൾ കഴിഞ്ഞ സീസണിൽ 11 6 കണ്ടിന്യൂസ് അടിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ആദ്യത്തെ 5 6 അടിച്ചു, അപ്പം എന്നിട്ടൊരു സിംഗിൾ എടുത്തു, തിരിച്ചു വന്ന് 6 6 അടിച്ചു. ഞാൻ എപ്പോഴും 12 അടിക്കാം, 12 അടിക്കണമെങ്കിൽ ആദ്യം ഒരു ബോൾ സിംഗിൾ എടുക്കണമല്ലോ. അടുത്ത ഓവറിൽ 6 6 അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിംഗിൾ എടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ സൽമാൻ നിസാറിനെ പോലെ ഒരു താരം കോഴിക്കോടിന് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങോട്ട് വേണമെങ്കിലും കളി തിരിയാൻ പറ്റുന്ന ഒരു പേരാണ് സൽമാൻ നിസാർ. ഓഫ് കോഴ്സ് രോഹൻ കുന്നുമൽ കൺസിസ്റ്റന്റ് ആയിട്ട് ക്യാപ്റ്റൻ എന്ന നിലയിലും ഓപ്പണർ അതെ രോഹൻ ഗംഭീരമായി തുടങ്ങും. അഖിൽ സ്കറിയ 25 വിക്കറ്റ് കഴിഞ്ഞ സീസണിൽ, 25 വിക്കറ്റ് അതിന് മുന്നിലത്തെ സീസണിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്. ഒരൊറ്റ പർപ്പിൾ ക്യാപ്പ് കൂടെ അഖിൽ സ്കറിയയുടെ തലയിൽ വന്നാൽ എഴുതി വെച്ചോ, അഖിൽ സ്കറിയെ IPL ടീം കൊത്തിക്കൊണ്ടുപോകും. അല്ല, കൺസിസ്റ്റൻസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 25 വിക്കറ്റ് എന്നുള്ളൊരു മാർക്ക് തന്നെ ഒരു ടൂർണമെന്റിൽ ഒരു 25 വിക്കറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു മാർക്കാണ്. അത് ഫസ്റ്റ് സീസണിൽ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു, സ്വന്തം റെക്കോർഡ് തന്നെ അടുത്ത സീസണിൽ വീണ്ടും മാച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലോ. അത് നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഇങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പ്ലേയേഴ്സ് പലപ്പോഴും ഒരു സ്പെഷ്യലൈസ്ഡ് ബോളേഴ്സ് ആയിരിക്കും. പക്ഷെ അഖിൽ സ്കറിയ ബാറ്ററും കൂടിയാ, അടിക്കും, എറിഞ്ഞിടുകയും ചെയ്യും, അടിച്ച് പറത്തുകയും ചെയ്യും. രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇക്കുറി കോഴിക്കോട് വൈസ് ക്യാപ്റ്റൻ ആക്കി ഇരുത്തിയത്. അത് രണ്ടും വേണം. IPL സൺറൈസേഴ്സ് ഹൈദരാബാദ് അഖിലിന്റെ പുറകെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തവണ എന്താകും എന്ന് നമുക്ക് നോക്കാം. വിഘ്നേഷ് പുത്തൂർ വരികയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് കാര്യമായിട്ട് KCL പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ IPL അദ്ദേഹത്തിന് പെർഫോമൻസ് വളരെ കാര്യമായി ഉണ്ടായിരുന്നില്ല. വിഘ്നേഷ് ഇക്കുറി വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നല്ല പരിശീലനം നടത്തിയിട്ടാണ് വിഘ്നേഷ് വരുന്നത്. കൂടുതൽ മികച്ച പെർഫോമൻസുകൾ കാണാം. വരുൺ നായനാർ, ഞങ്ങൾ അവിടെ പ്രാക്ടീസ് മാച്ചിന് പോയപ്പോൾ വരുൺ സെഞ്ചുറി അടിച്ചു. എന്ത് ഈസി ആയിട്ടാണ് വരുൺ ബോൾ മീറ്റ് ചെയ്യുന്നത്. കോഴിക്കോട്ടുകാരനാണ്, ചെവായൂരുകാരനാണ് വരുൺ നായനാർ. ഒക്കെ അഖിൻ സത്താർ വയനാട്ടുകാരനാണ്, നല്ല ഗംഭീരമായിട്ടുള്ള ഒരു പ്ലെയറാണ്. അബ്ദുൽ ബാസിത്ത് ഒരു അസാധ്യമായിട്ടുള്ള ഓൾറൗണ്ടറാണ്, ഗംഭീര ഹിറ്ററാണ്, നല്ല ബൗളറാണ്. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്തിന് വേണ്ടിയാണ് കളിച്ചിരുന്നത്, പ്രാവശ്യം തിരിച്ചു വന്നു. അപ്പം ബാസിത്ത് എത്തുകയാണ്. എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് കൃഷ്ണദേവനാണ്. കൃഷ്ണദേവനെ 11,20,000 രൂപയ്ക്കാണ് അവരെടുത്തത്. ഞാൻ കോഴിക്കോടിൻ്റെ ടീമിനോട് ഓപ്ഷൻ ചെയ്യുന്ന സമയത്ത് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് തെറ്റ് പറ്റിയോ? കാരണം കൃഷ്ണദേവൻ നേരത്തെ കോഴിക്കോട് ഉണ്ടായിരുന്നതാണ്. കൃഷ്ണദേവൻ ഓപ്പൺ മാർക്കറ്റിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും വലിയ വില കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ വലിയ എമൗണ്ട് ആയല്ലോ. തെറ്റുപറ്റിയോ എന്ന് ചോദിച്ചത് എമൗണ്ട് കുറവായിട്ടെന്നല്ല ഉദ്ദേശിച്ചത്, പകരം നിലനിർത്തിയാൽ പോരായിരുന്നോ എന്നായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത്. പക്ഷെ അതല്ല, കൃഷ്ണദേവൻ സ്വയം വരികയും പിന്നീട് തിരിച്ചു വരികയും ടീമിലേക്ക് വരികയും ചെയ്താണ്. കൃഷ്ണദേവന്റെ ഒരു 6-ന് 12 റൺസ് കൊടുക്കണം എന്നാണ് രോഹൻ കുന്നുമൽ കഴിഞ്ഞ ദിവസം നമ്മൾ അഭിമുഖത്തിൽ പറഞ്ഞത്. ഉഗ്രൻ ഹിറ്ററാണ്, അസാധ്യമായിട്ടുള്ള ഹിറ്ററാണ്. മംഗലപുരം ഗ്രൗണ്ടിന് തൊട്ടടുത്താണ് അവൻ്റെ വീട്. കൃഷ്ണദേവന്റെ അസാധ്യമായിട്ടുള്ള, നമ്മൾ ഈ KCL കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എഴുതി വെക്കുന്ന പേരൊന്നും കൃഷ്ണദേവൻ്റെതാകും. അപ്പോൾ റഹാൻ റഹീം എന്ന് പറയുന്ന താരം. ആതിഫ് ബിൻ അഷ്റഫ്, ആതിഫ് അസാധ്യമായിട്ടുള്ള ബൗളറാണ്. ആതിഫ് കേരളത്തിൻ്റെ രഞ്ജി ക്യാമ്പിൽ ഉൾപ്പെടെ ടീമിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. കുറച്ച് കാലത്തേക്ക് ഗ്യാപ്പ് വന്ന് അദ്ദേഹം വീണ്ടും ഒരു റിട്ടേൺ വരികയാണ് ആതിഫ്. അപ്പം അങ്ങനെ ഗംഭീരമായിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്. അതിൽ കാലിക്കറ്റ് ഐ തിങ്ക് ഇത്തവണ കാലിക്കറ്റ് ഈ പറഞ്ഞ അവസാന 4ലേക്കും അതിന് മുകളിലേക്ക് എത്താൻ തന്നെ കെൽപ്പുള്ള ടീമാണ്. ഇൻഡിവിജ്വൽ പെർഫോമൻസ് മാത്രമല്ല, അവരുടെ ടീമിൻ്റെ കെട്ടുറപ്പ് അതവർക്ക് ഗുണം ചെയ്യുന്നതാണ് എൻ്റെ. മാത്രമല്ല, കാലിക്കറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അവരെ കോർ ടീമിനെ നിലനിർത്തുന്നുണ്ട്. അതായത് രോഹൻ കുന്നുമലിൽ തന്നെ ഈ തവണയും അവർ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് ക്യാപ്റ്റൻസിയിൽ. പിന്നെ സൽമാൻ നിസാർ, പിന്നെ അഖിൽ സ്കറിയ, അങ്ങനെ അവർ പ്ലേയേഴ്സിൻ്റെ കൂടെ അവർ ഈ സീസണിൽ എനിക്ക് തോന്നുന്നു അബ്ദുൽ ബാസിത്തും പിന്നെ കൃഷ്ണദേവനും ഒക്കെ നല്ലൊരു അഡീഷണൽ ആയിട്ട് അവർ എടുക്കുന്നുണ്ട്. കൃഷ്ണദേവൻ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. കൃഷ്ണദേവൻ കൊല്ലത്തിനെതിരെ 11 ബോൾ 49 റൺസ് അടിച്ചതാണ്, തുടർച്ചയായി 5 സിക്സർ. ഇപ്പോൾ നമ്മൾ കൊല്ലത്തിൻ്റെ കാര്യം വരുമ്പോഴേ, കൊല്ലം കഴിഞ്ഞ വർഷത്തെ ഒരു കോർ ടീമിനെ വിട്ടുകളഞ്ഞെങ്കിലും അവർ ലേല ടേബിളിലും കാര്യമായിട്ട് പണിയെടുത്തിട്ടുണ്ട്, നല്ലൊരു സ്ക്വാഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വത്സൽ ഗോവിന്ദാണ് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് വരുന്നത്, ഷറഫുദ്ദീൻ ഉണ്ട്, MD നിതീഷ് ഉണ്ട്. അപ്പം എങ്ങനെയാണ് ഒരു പുതിയൊരു കൊല്ലം ടീം, പുതിയൊരു ക്യാപ്റ്റനുമായി ഇറങ്ങുന്ന കൊല്ലം ടീം എത്രത്തോളം സ്ട്രോങ് ആണ്? വത്സൽ ഗോവിന്ദ് നല്ല ഉഗ്രം പ്ലെയറാണ്.
അറിയാലോ ഷർഫൂലെ, നമ്മൾ വത്സൽ ഗോവിന്ദിന്റെ പേര് നിരന്തരം പത്രങ്ങളിൽ, ടി വിയിൽ വത്സലിന്റെ ഒന്നും കളി നമ്മൾ അങ്ങനെ കാണുന്നില്ലെങ്കിലും പത്രങ്ങളിൽ നിരന്തരം നമ്മൾ കാണുന്ന ഒരു പേരായിരുന്നു വത്സൽ ഗോവിന്ദ്. അഭിഷേക് ജയൻ നായർ, ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരാണ്. വളരെ വിശ്വസ്തനായിട്ടുള്ള ഒരു പ്ലെയർ. ആനന്ദ്കൃഷ്ണനും കേരളത്തിന്റെ രഞ്ജി സ്ക്വാഡിൽ ഉണ്ടായിരുന്ന ഒരു ഈ അഭിഷേക് ആണെങ്കിലും ഈ ആനന്ദാണെങ്കിലും ഇപ്പം സമീപകാലത്ത് ഗംഭീര ഫോമിലാണെന്നുള്ള കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഗംഭീരമായിട്ട് കളിക്കുന്നുണ്ട് ഹിറ്റർമാരാണ്. അപ്പം നല്ല അഡ്വാൻറ്റേജ് ആണ് കൊല്ലത്തിനെ സംബന്ധിച്ച്. ഇപ്പോൾ കൊല്ലത്തിന് ഇത്തവണ ഞാനൊരു എക്സ് ഫാക്ടർ ആയിട്ട് കാണുന്ന താരങ്ങൾ എന്ന് പറയാം, ഒന്ന് എം ടി നിതീഷ്, ഓഫ് കോഴ്സ് എം ടി നിതീഷിന്റെ ഏറ്. അമലേജി നേരത്തെ പറഞ്ഞല്ലോ, അടിച്ചാ പറക്കുന്ന അമലേജി, അതൊക്കെ ബോളിങ്ങും. അതെ, ഓൾറൗണ്ടർ. അമലേജി ഒരു ഗംഭീര ഓൾറൗണ്ടറാണ്. പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ സീസൺ തൃശ്ശൂരിനായിട്ടായിരുന്നു അല്ലെ അമൽ കളിച്ചത്? കൊല്ലത്തിൽ തന്നെ കഴിഞ്ഞ സീസണിൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ആയിരുന്നു. യെസ് അതെ, അമല്. ഒപ്പം തന്നെ സച്ചിൻ. അതെ, യെസ്, ആളുകളുണ്ട്. അത് നല്ല ടീമാണ്. അവരുടെ ടീം നോക്കുക. ഇപ്പം അമൽ രമേശ്, സച്ചിൻ വി എസ്, അഖിൽ കെ ജി, ആഷിഖ് മുഹമ്മദ്, മോനു കൃഷ്ണ, അരുൺ പൗലോസ്. അരുൺ പൗലോസ് എന്നുള്ള പേര് നമ്മൾ ഒന്ന് ഉറപ്പായി പറഞ്ഞു പോകേണ്ടതാണ്. 40 വയസ്സ് പിന്നിട്ട് 39 വയസ്സ് തന്നെയുള്ള, ഏതാണ്ട് നമ്മൾ വിനോദ് കുമാറിനോടൊപ്പം തന്നെ പറഞ്ഞു പോകേണ്ട ഒരു പേരാണ്. ഒമാൻ നാഷണൽ ടീമിനൊക്കെ കളിച്ച പ്ലെയർ കൂടിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന്, അപ്പം ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ മിസ്റ്റേക്കാണ് അദ്ദേഹത്തെ തിരിച്ചറിയാൻ പറ്റാതെ പോയി എന്നുള്ളത്. പക്ഷെ ചെറുപ്പക്കാരോടൊപ്പം വളരെ ഗംഭീരമായിട്ട് ഒരു ചെറുപ്പക്കാരൻ്റെ ചുറുചുറുക്കോടെ അദ്ദേഹമുണ്ട്. അപ്പം നല്ല ഉഗ്രം ബാറ്ററാണ്. അപ്പം നല്ല ടീമാണ്. പക്ഷെ കൊല്ലത്തിന് ഇത്തവണ ഞാൻ ഈ പറഞ്ഞ പോലെ അവരുടെ കോച്ച് KK ജിയാസ്, അതും നമ്മൾ എടുത്തു പറയണത്, ജിയാസിനൊപ്പം സീനിയറായിട്ട് കളിച്ച ആളുകൾ അതിൽ താരങ്ങളായിട്ടുണ്ട്. ജിയാസിനൊപ്പം കളിച്ചിരുന്ന, ജിയാസ് പ്രാക്ടീസ് കൊടുത്ത പിള്ളേരും അതിനകത്ത് കളിക്കുന്നുണ്ട്. ഒരു തലമുറ മാറ്റത്തിന്റെ നടുവിലുള്ള ഒരു പ്ലെയർ. അതെ, കോഴിക്കോട്ടുകാരനാണ്, നരിക്കുനി, ചൈനാമാൻ ബോളർ. നമുക്കറിയാം KK ജിയാസ് ഓസ്ട്രേലിയൻ ടീമിന് വേണ്ടി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്പിന്നർമാരെ എങ്ങനെ നേരിടണമെന്ന് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം കുറെ കാലങ്ങളായിട്ട് പന്ത് പരിശീലിച്ചിരുന്നത് ജിയാസിന്റെ പന്തുകളെയായിരുന്നു. അവർ ക്യാമ്പിലേക്ക് പൊക്കിക്കൊണ്ടുപോകുമായിരുന്നു ജിയാസിന്. ആ ജിയാസാണ് കൊല്ലത്തിന്റെ കോച്ചായിട്ട് വരുന്നത്. ഇനി നമുക്ക് നിലവിലെ ചാമ്പ്യന്മാരിലേക്ക് പോകാം. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. കഴിഞ്ഞ വർഷം സഞ്ജു സാലി കൂട്ടുകെട്ടാണ് നമ്മൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ ഒരു ഫേസ് ആയിട്ട് പറഞ്ഞെങ്കിൽ ഇക്കുറി അത് മറ്റൊരു പേരാണ്, ക്രിസ് ഗെയിലാണ്. ക്രിസ് ഗെയിലിൻ്റെ ഒരു വരവിനെ പറ്റിയൊക്കെയാണ് ആളുകൾ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിലപ്പുറത്തേക്ക് സാലി സാംസന്റെ കീഴിൽ നല്ലൊരു സ്ക്വാഡിനെ തന്നെ അവർക്ക് അണിനിരത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയുണ്ട് ആ ഒരു സ്ക്വാഡ്? എത്രത്തോളം ഇക്കുറിയും കപ്പ് നിലനിർത്തുക എന്നുള്ളൊരു ടാസ്കിലേക്ക് കൊച്ചി എത്തുമോ? ഷറഫു ആദ്യം പറയട്ടെ. കാരണം ഷറഫു കഴിഞ്ഞ തവണ നമ്മളെ KCL ഇരുന്ന് കണ്ട ഒരാളാണ്, അത്രയും ഗാഢമായിട്ട് ഇരുന്ന് കണ്ട ഒരാൾ. എന്താണ് ഇത്തവണ കൊച്ചിയുടെ ഒരു സാധ്യതകൾ എങ്ങനെയാണ്? കൊച്ചിയുടെ സാധ്യത പറയുമ്പോൾ നമ്മൾ സാലി സാംസൺ തന്നെ, അവരുടെ നിലവിലെ ക്യാപ്റ്റനെ അവർ നിലനിർത്തി. അവർ ചാമ്പ്യന്മാരായ ഒരു സീസണിന് ശേഷം വീണ്ടും ഒരു 3ാം സീസണിലേക്ക് അവർ ഇറങ്ങുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരത് ഡിഫെൻഡ് ചെയ്യണം എന്നുള്ള അവരുടെ കൃത്യമായ ഇത് തന്നെയാണ് അവരുടെ ടീമെന്ന് കാണുന്നത്. കാരണം പ്ലേയേഴ്സിനെ കൃത്യമായിട്ട് അവരെ ഫോക്കസ് ചെയ്ത് നിലനിർത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കളിക്കാരെ എല്ലാം അവർ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ കളിക്കാരെ പലരെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേസിൽ തമ്പി നമുക്കറിയാം, സാലി സാംസൺ കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഐക്കൺ പ്ലെയർ ആയിട്ടുള്ളത് ബേസിൽ തമ്പിയാണ്. ബേസിൽ തമ്പി ഇന്ത്യക്ക് വേണ്ടി കളിച്ചതാണ്. പിന്നെ IPL കളിച്ച് പരിചയമുണ്ട്. പിന്നെ രഞ്ജി ട്രോഫി കളിച്ചിട്ട് ഒക്കെ പരിചയമുണ്ട്. അപ്പോൾ ബേസിൽ തമ്പി മികച്ചൊരു ആഡായിട്ട് തോന്നുന്നു. പിന്നെയുള്ളത് ഏതൻ ആപ്പിൾടോൺ. നമ്മൾ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ഫ്യൂച്ചറായിട്ട് വരെ കാണുന്ന ഒരു പ്ലെയറാണ് ഏതൻ ആപ്പിൾടോം. നമുക്ക് പറയുമ്പം ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന, പലരും ബോളിങ് മാത്രമാണ് ആപ്പിൾടോമിൻ്റെത് പറയാറുള്ളത്. പക്ഷെ അങ്ങനെയല്ല. കഴിഞ്ഞ അടുത്ത് രഞ്ജി മത്സരത്തിലാണെന്ന് തോന്നുന്നു ഇറങ്ങി കളിച്ച് 9ാമത് ഇറങ്ങി കളി ഫിനിഷ് ചെയ്ത് ഒരു ആപ്പിൾടോമിൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നല്ല ബാറ്റിംഗ് സ്ട്രെങ്ത് അവർക്കുണ്ട്. പിന്നെ 9ാമത് വരെ ബാറ്റ് ചെയ്യുന്നവർ വരെ ഫിനിഷറായിട്ടുള്ള ഒരു മികച്ചൊരു ടീം തന്നെയാണ് അവരുടെ മൊത്തം ടീം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ അവരുടെ സച്ചിൻ സുരേഷ്, ആൽഫി ഫ്രാൻസിസ് ജോൺ, ആദ്യ അഭിഷേക്, അങ്ങനെ ഒരുപാട് ഇവരുടെ നേരത്തെ നിലനിർത്തിയ കളിക്കാരും ഒപ്പം തന്നെ ഈ പുതിയ മനുകൃഷ്ണന്റെ കാര്യമൊക്കെ നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ബോളറായിട്ടുള്ള മാത്രമല്ല നല്ല ബാറ്റ് കൊണ്ടും മനു
അത്യാവശ്യമല്ല ഗംഭീരമായിട്ട് മുഹമ്മദ് ആഷിഖാണ് അതിൽ ആഷിഖ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ആഷിഖ് കഴിഞ്ഞ സീസണിലെ അതെ. ഗംഭീര പ്രകടനം ഗംഭീര ഫിനിഷറായിട്ട് ആഷിഖ് യഥാർത്ഥത്തിൽ ടെന്നീസ് ബോളിൽ കളിച്ചു തുടങ്ങിയ ആളാണ്. UK അവിടെ ബ്ലൂ ടൈഗേഴ്സിന്റെ UK ടീമുണ്ട്. ആ ടീമിന് വേണ്ടി കളിക്കുന്ന താരം കൂടിയാണ്. അങ്ങനെയാണ് ആഷിഖിനെ കഴിഞ്ഞ തവണ ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിച്ചതും. ആഷിഖ് ഇത്തവണയും നമ്മൾ കണ്ടിരുന്നു. കുറച്ച് 2-3 ദിവസം മുൻപാണ് ആഷിഖും UK ഇങ്ങോട്ട് തിരിച്ചെത്തിയത്. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ഓൾറൗണ്ടർമാർ നമ്മളിപ്പോൾ അഖിൽസ്കറിയ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അമലേജി, ആ ശ്രേണി ഉണ്ടല്ലോ, കൃഷ്ണദേവൻ, ആ ശ്രേണിയിൽപ്പെട്ട ഒരാളാണ് ആഷിഖ് എന്ന് പറയുന്നത്. വിക്കറ്റും എടുക്കും, ഹിറ്റും ചെയ്യും. നല്ല രസമുള്ള ആക്ഷനാണ്, നല്ല ഉഗ്രൻ ഷോട്ടുകളാണ് ആഷിഖിന്റെ. അപ്പം ഷോർട്ട് റേഞ്ചാണ് ഭയങ്കര. കഴിഞ്ഞ സീസണിലൊക്കെ റീച്ചിൽ വരുന്നത് മാത്രമല്ല, ഇപ്പൊ ഒരു ബാറ്ററെ നമ്മളെന്താ ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് T20 എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും പന്തുകൾ എറിഞ്ഞ് തീർക്കുക, ബീറ്റ് ചെയ്യുക എന്നുള്ളതിൽ നേരെ പന്ത് വന്ന് റീച്ചിൽ, നമ്മളൊരു ബാറ്ററുടെ റീച്ചിൽ വരുന്നത് മാത്രമായിരിക്കില്ല, മുന്നോട്ട് ചെന്ന് അങ്ങോട്ട് ആക്രമിച്ച് അറ്റംപ്റ്റ് ചെയ്ത് സിക്സർ നേടുന്ന താരങ്ങളുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരാളാണ്. അത് ഏത് ടൈപ്പ് ഓഫ് ബോളുകൾ വന്നാലും അത് അതിർത്തി കടത്താനുള്ള ഒരു കെൽപ്പ് ആഷിഖിൽ നമ്മൾ കഴിഞ്ഞ തവണ കാര്യമായി കണ്ടിട്ടുണ്ട്. അത് ഇക്കുറിയും ആവർത്തിച്ചാൽ കൊച്ചിക്ക് കാര്യങ്ങൾ ഈസി ആകുമെന്നാണ്. KM ആസിഫ് അല്ല, ആ പേര് നമ്മള് പറയണ്ട, കാരണം ആ പേര് മാത്രം ഇങ്ങനെ ഒന്ന് എഴുതി കൊടുത്താൽ മതി, ആളുകൾക്ക് അറിയാം അയാളുടെ ടാലന്റ് എന്താന്നുള്ളത്. ചെന്നൈ സൂപ്പർ കിങ്സിൽ കളിച്ചതാണ്, അത് കഴിഞ്ഞ് വീണ്ടും IPL ടീമുകൾ മാറി കളിച്ചു. കേരള ക്രിക്കറ്റിൽ KM ആസിഫ് എന്നുള്ള പേരിന് നമ്മളല്ലേ പരിചയപ്പെടുത്തൽ വേണ്ട. ഞങ്ങൾ കഴിഞ്ഞ തവണ ഈ KCL കഴിഞ്ഞ് ടീം ബസ്സിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്തെ അവരായിട്ട് സംസാരിക്കുമ്പോൾ ആസിഫ് എല്ലാവരും ഇങ്ങനെ വന്ന് നിൽക്കണം. അപ്പോൾ ആസിഫൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന 2-3 ആൾക്കാർ അവിടെ മാറി നിന്നിട്ട് അവർക്ക് ആസിഫിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പം ആസിഫ് ചോദിക്കുന്നുണ്ട്, എൻ്റെ കൂടെ തന്നെയാണോ എന്ന് ചോദിക്കുന്നത്. പറഞ്ഞത് അവർ ആസിഫിനെ തേടി വന്നതാ. ആസിഫിനെ അത് ഓർമ്മയുണ്ടാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി KM ആസിഫിനെ തേടി വന്നതാണ്. ഇപ്പോൾ എവിടെയോ ആസിഫ് എന്ന് പറയുന്ന താരത്തിനോട് വലിയ ഇഷ്ടമുള്ള ആളുകൾ ഇന്ത്യയുടെ പല മുക്കിലും മൂലയിലും ഉണ്ട് എന്ന് നമ്മളത് കണ്ട. യഥാർത്ഥത്തിൽ നമ്മൾ ആസിഫും ഞെട്ടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഫാൻ ബേസ് ഉള്ള ഒരു ആളാണ് അത്. അതല്ല, ഭയങ്കര സിൻസിയറാണ്. ഗ്രൗണ്ടിൽ സാധ്യമായ ആത്മാർത്ഥത സ്ഫുരിക്കുന്ന ഒരാളാണ് ആസിഫ് എന്ന് പറയുന്നത്. ഗ്രേറ്റ്. അപ്പം മറ്റേ റൈഫി വിൻസെന്റ് തോമസിന്റെ പേര് നമ്മളെ വിട്ടുപോയത്. CM ദീപക് അവരുടെ ഒരു കോംബോ വീണ്ടും വരികയാണ്. വീണ്ടും അതേ ഒരു ടീം വരുമ്പോൾ കോച്ചിങ്ങിൽ കൃത്യമായിട്ട് അവരൊരു പ്ലാൻ ഉണ്ടാവും, എങ്ങനെ കിരീടം നിലനിർത്താം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള അതിനുള്ള പ്രൊഡക്റ്റുകൾ അവർ വാങ്ങിക്കഴിഞ്ഞു. ഇനി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാൽ മതി. അതൊരു വലിയ കാര്യമായിരിക്കും കേട്ടോ തവണ. ഇനി തിരുവനന്തപുരത്തേക്ക് പോവാം, തലസ്ഥാന നഗരി. അവിടെ നമുക്കുള്ളത് സിജോമോൻ വൈസ് ക്യാപ്റ്റനാണ്, അവർക്ക് കൃഷ്ണപ്രസാദാണ് ക്യാപ്റ്റനായിട്ട് വരുന്നത്. അതിലപ്പുറത്തേക്ക് വിഷ്ണു വിനോദ് ആ ഒരു പേരിലേക്ക് അവരെത്തി. ലേല ടേബിളിൽ അവർ കാര്യമായി പണിയെടുത്ത് ആ ഒരു താരത്തെ കൊണ്ടുവന്നു എന്നുള്ളത് നമുക്കറിയാം. അത് എന്തിനു കൊണ്ടുവന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിരീടത്തിലപ്പുറത്തേക്ക് മറ്റൊന്നും ഈ വർഷം ചിന്തയിലില്ല, മറ്റൊന്നും പ്ലാനില്ല എന്നുള്ളതാണ്. ഈ 3 താരങ്ങൾക്കപ്പുറത്തേക്ക് ആ ടീമിൻ്റെ ഒരു ബാലൻസ് നമുക്ക് ശ്രദ്ധിക്കണം. എല്ലാ മേഖലയിലും കൃത്യമായി താരങ്ങളെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൃത്യമായി വേണ്ടവരെ നിലനിർത്തുക, ബാക്കിയുള്ള പ്ലാൻ ചെയ്ത് വിളിക്കുക. നമ്മൾ എല്ലാ ടീമുകളിലും കണ്ടതാണ് ഈ കൺസിസ്റ്റൻസിയെങ്കിലും തിരുവനന്തപുരത്തിന് ഇപ്രാവശ്യം വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് ലേലത്തിൽ ഇവർ തെളിയിച്ചതാണ്. ഉറപ്പായിട്ടും ഞാനത് വിഷ്ണു വിനോദിനെ പിക്ക് ചെയ്തപ്പോൾ തന്നെ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്തിന് ഇല്ലാതിരുന്നത് വിഷ്ണു വിനോദിനെ പോലെ ഒരു താരത്തെയായിരുന്നു. അതവർ ക്ലിയർ ചെയ്തു. കൃഷ്ണപ്രസാദ് അസാധ്യമായിട്ടുള്ളൊരു ബാറ്ററാണ്. കഴിഞ്ഞ സീസണിൽ ഏറ്റവും ഹൈയസ്റ്റ് റൺസ് ടേക്കർ ആയിരുന്നു. അത് പരാജയപ്പെട്ടു പോയൊരു ടീമിന്റെ ക്യാപ്റ്റനാണ്. സമ്മർദ്ദമൊക്കെ ഉണ്ടാവുമല്ലോ, ടെൻഷനും സമ്മർദ്ദമൊക്കെ ഉണ്ടാവല്ലോ. കൃഷ്ണപ്രസാദിന് വൈക്കംകാരനാണ്. അദ്ദേഹം ഗംഭീരമായിട്ട് ഇത്തവണയും ഫുൾ റേഞ്ചിലാണ്. അത് നല്ല പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കൃഷ്ണപ്രസാദ്, വിഷ്ണു വിനോദ്, സിജോമോൻ ജോസഫിന്റെ എക്സ്പീരിയൻസ് അത് തിരുവനന്തപുരത്തിന് വലിയ തോതിൽ ഗുണം ചെയ്യും. ഭരത് സൂര്യ കഴിഞ്ഞ തവണ നല്ല പെർഫോമൻസ് പുറത്തെടുത്തൊരു താരമാണ് ഭരത് സൂര്യ എന്ന് പറയുന്നത്. അദ്ദേഹത്തെയും നമ്മൾ അഭിഷേക് P. നായർ. ഇത്തവണ ഒരു സന്തോഷം കൂടെ പറഞ്ഞോട്ടെ, വിഷ്ണു വിനോദിന് കഴിഞ്ഞ തവണ നമ്മൾ വിഷ്ണു വിനോദിൻ്റെ ഒരു അഭിമുഖം എടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. അപ്പോൾ കൊല്ലത്തിൻ്റെ ക്യാമ്പ് നടക്കുമ്പോഴും വിഷ്ണു അതിൽ നിൽക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് മുന്നിൽ വിഷ്ണുവിന് സംസാരിക്കാൻ മടിയുള്ള ഒരാളാണ് പൊതുവെ. നമ്മൾ പരമാവധി അദ്ദേഹത്തോട് ശ്രമിച്ചിരുന്നു, കഴിഞ്ഞ തവണ നടന്നില്ല.
ഇത്തവണ വിഷ്ണു വിനോദ് ഒരു ഗംഭീര ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഉം. ആ വിഷ്ണു വിനോദിനോട് നമ്മൾ ഭയങ്കര ഹാപ്പിയായി. ഞാൻ നമ്മളെ ക്രൂവിനോട് ഞാൻ പറഞ്ഞു ആദ്യം, ഹരി നമ്മളെ ടീമിനോട് പറഞ്ഞു വിഷ്ണു വിനോദ് ഒരു പക്ഷെ സംസാരിക്കാൻ സാധ്യതയില്ല, ഇപ്പം കഴിഞ്ഞ തവണ സംസാരിക്കാതെ പോയി, അപ്പം ഇത്തവണ നമുക്ക് ശ്രമിച്ചു നോക്കാം എന്നുള്ളത്. വിഷ്ണു വിനോദ് വന്നു. വിഷ്ണു വിനോദ് ഗംഭീരമായിട്ട് സംസാരിച്ചു. ഒരു ഓവറിൽ ഒരു 3 6 ഒക്കെ മറ്റേ അടുപ്പിച്ച് അടിക്കുന്നത് പോലെ എന്നോട് അത്രയും ഫുൾ ഫോഴ്സിൽ അദ്ദേഹം സംസാരിച്ചു. അതിന് നമ്മൾ നന്ദി പറയുന്നത് അവരുടെ അഭിഷേക് മോഹനോടാണ്, അവരുടെ കോച്ച്. ഭയങ്കര സുഹൃത്തുക്കളാണ് അവർ. അഭിഷേക് ഈ പറഞ്ഞത് നമ്മൾ ജിയാസിനെ പറഞ്ഞതുപോലെ കേട്ടോ. അഭിഷേക് കേരളത്തിൻ്റെ അണ്ടർ 1923 ടീമുകൾക്കൊപ്പം ഉണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോച്ച് എന്ന നിലയിലും താരം എന്നുള്ള നിലയിലും കേരള ക്രിക്കറ്റിൽ പേര് വെച്ച ഒരാളാണ്. വളരെ ഇതായിട്ടുള്ള കളിച്ച ഒരാളാണ് അഭിഷേകാണ് അവരെ നയിക്കുന്നത്. എന്തായാലും ട്രിവാൻഡ്രം ഇക്കുറി വളരെ സ്ട്രോങ് നിരയാണ്. ബേസിൽ MP ഉണ്ട്. ബൗളർമാരുടെ നിരയിലേക്ക് വരുമ്പോൾ അവർക്ക് ബേസിൽ MP ഉണ്ട്, ശ്രീഹരി ഉണ്ട്, അക്ഷയ് മനോഹർ. നമ്മൾ മറ്റൊരു പേരെടുത്ത് പറയേണ്ട ഒരു താരമാണ് അക്ഷയ് മനോഹർ. നമ്മൾ വരുൺ നായനാരെ പോലെയും വത്സൽ ഗോവിന്ദന് ഒക്കെ അതേപോലെ തന്നെ നമ്മൾ ഈ പത്രങ്ങളിൽ പേര് കേട്ടുള്ള ഒരാളാണ് അക്ഷയ് മനോഹർ. നിരന്തരം നല്ല പെർഫോമൻസുകൾ എടുത്തുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നത് ഇത്തവണ തിരുവനന്തപുരം കാര്യമായ ലക്ഷ്യങ്ങളോടെയാണ് വരുന്നത്. നിരാശരാക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ 5 ടീമുകളിലും നമ്മൾ പറയുന്ന പേരുകൾ പലതും ഭയങ്കര എക്സ്പീരിയൻസ്ഡ് താരങ്ങളാണ്. ഇപ്പം അസറുദ്ദീൻ, സൽമാൻ നിസാർ, സച്ചിൻ ബേബി, അങ്ങനെ ബേസിൽ MP ഒരുപാട് താരങ്ങൾ പറഞ്ഞു. പക്ഷേ ഒരു യൂത്ത് നിര, ഒരു യുവതിൽ, ഒരു കൗമാരപ്പടാന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഏറ്റവും ഒരുപക്ഷെ ആവറേജ് ഏജ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റു പല ടീമുകളെ പൊട്ടിച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞൊരു ടീമായിരിക്കും നമ്മുടെ തൃശ്ശൂർ ടീം എന്നുള്ളത്. തൃശ്ശൂർ ടൈറ്റൻസ് കുറച്ച് ടൈറ്റാണ് ആ ടീം. വെടിക്കെട്ട് ടീമാണെന്നാണ് അവരുടെ സ്ലോഗൻ തന്നെ. അതാണ് അവരുടെ ടീം, അതാണ് വെടിക്കെട്ട് ടീമാണത് പറഞ്ഞു തന്നെയാണ്. ഇപ്പം ഈ KCL ഏറ്റവും പ്രായം കുറഞ്ഞ താരങ്ങളുടെ 5 പേരുടെ പട്ടിക എടുത്താൽ അതിൽ 4 പേരും കളിക്കുന്നത് തൃശ്ശൂർ ടീമിലാണ്. മാനവ് കൃഷ്ണ, അമയ് മനോജ്, രോഹിത്, മുഹമ്മദ് ഇനാൻ, ഈ 4 പേര് കളിക്കുന്നത്. ഇതില് രോഹിത് കഴിഞ്ഞ സീസണിൽ അവരുടെ ടീമിലാണ് ഉണ്ടായത്. അതെ, രോഹിത് നിങ്ങൾ എഴുതി വെച്ചോ. അടുത്ത കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് ഉയർന്നു വരുന്ന പേരുകളിൽ ഒന്ന് രോഹിത്തിൻ്റെതാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 16 വയസ്സോ 17 വയസ്സോ എന്തോ ആയിട്ടേ ഉള്ളൂ രോഹിത്തിൻ്റെ കളി കണ്ടാൽ ഒരു 25 വയസ്സിൻ്റെ 30 വയസ്സിൻ്റെ മെച്യൂരിറ്റി നമുക്ക് ഗ്രൗണ്ടിൽ ഫീൽ ചെയ്യും. നമ്മളിപ്പോ ഈ എണ്ണിയ 4 പേരുകളൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാല് ഇമ്രാനും ഷോൺ റോജറും ഈ പ്രായമൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ വർഷം അവർ അടിച്ച അടിക്കൊരു കണക്കില്ല. ഇമ്രാന് വലിയ വ്യത്യാസം വന്നു ഇമ്രാനിലൊക്കെ. കാരണം വെച്ചാൽ പ്രാക്ടീസ് ചെയ്ത് ഒരു വർഷം KCL വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുണ്ടല്ലോ. KCL പെർഫോം ചെയ്താൽ അടുത്ത ഡോർ IPL ആണെന്ന് ഈ താരങ്ങളെ തിരിച്ചറിയുന്നുണ്ട്. അപ്പം നിഖിൽ തോട്ടത്തിൽ വിക്കറ്റ് കീപ്പർ ആയിരുന്നു, ഗംഭീരമായിട്ടുള്ള ബാറ്ററാണ് നിഖിൽ തോട്ടത്തിൽ. ഷോൺ റോജർ, അഹമ്മദ് ഇമ്രാൻ, അർജുൻ AK, ആദിത്യ വിനോദ് അവർ നിലനിർത്തിയ. ആദിത്യ ഞാൻ പറയുന്നത് ഒരു 6 അടിക്ക് മുകളിൽ ഹൈറ്റ് ഉണ്ട്, 6ന് മുകളിലുണ്ട്. ഒരുപക്ഷെ 6.5 ആയാലും അത്ഭുതപ്പെടാനില്ല. അപ്പോൾ ആദിത്യ ഉണ്ട്, നല്ല ഉഗ്രൻ പ്ലെയറാണ്, നല്ല ബോളറാണ്. മാനവ് കൃഷ്ണ ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞു, ഇനാൻ നമ്മൾ പറഞ്ഞു. ബിജു നാരായണൻ കഴിഞ്ഞ സീസണിൽ കൊല്ലത്തിന് വേണ്ടി അവസാന പന്തിൽ 6 അടിപ്പിച്ച് ജയിച്ച മത്സരത്തിൽ ഞെട്ടിച്ച താരമാണ് ബിജു നാരായണൻ എന്ന് പറയുന്നത്. ബിജു നാരായണൻ ഇക്കുറി തൃശ്ശൂരിന് വേണ്ടി കളിക്കാൻ ഇറങ്ങും. നല്ല സ്പിന്നറുമാണ്, അസാധ്യമായിട്ടുള്ള ഫിനിഷറുമാണ് ബിജു നാരായണൻ. നമ്മൾ ക്യാപ്റ്റൻ അഖിൽ MS പേര്. അഖിൽ MS എക്സ്പീരിയൻസ് പറയുമ്പോൾ തൃപ്പൂണിത്തറയുടെ, നമ്മൾ തലശ്ശേരിയുടെ പാരമ്പര്യമാണ് സൽമാൻ നിസാറിൽ പറഞ്ഞതെങ്കിൽ തൃപ്പൂണിത്തറയുടെ ക്രിക്കറ്റ് പാരമ്പര്യം ആവാഹിച്ചാണ് അഖിൽ MS കേരള ക്രിക്കറ്റിലേക്ക് വരുന്നത്. അഖിൽ MS ആണ് അവരുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. മുഹമ്മദ് ഇർഷാദ്, അബ്ദുൾ റമീസ്, ആസിഫ് സലാം, അതുപോലെ തന്നെ പ്രസൂൺ പ്രസാദ്. ഈ പേര് നിങ്ങൾ ഓർത്ത് വെച്ചോ. പ്രസൂൺ പ്രസാദ് ഇക്കുറി KCL കഴിയുമ്പോഴത്തേക്കും ഈ പേരും നമ്മൾ മനസ്സിലുണ്ടാകും. അമയ് മനോജ്, S മനോജ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള പ്ലെയർ ആയിരുന്നു S മനോജ്. അദ്ദേഹത്തിൻ്റെ മകനാണ് അമയ് മനോജ്. കേരളത്തിൻ്റെ അണ്ടർ 19 സ്ക്വാഡിൽ വളരെ കൺസിസ്റ്റൻ്റായി അവസരം കിട്ടിയപ്പോഴൊക്കെ മികച്ച പെർഫോമൻസ്, നല്ല പ്രകടനങ്ങൾ കേരള ക്രിക്കറ്റിന് വേണ്ടി തന്നൊരു കാര്യമാണ്. താരതമ്യേന എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും ജൂനിയറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക അമൈനെയാണ്. ഒരുപക്ഷെ പ്രായം കൊണ്ട് രോഹിത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അമൈ ഒരു എന്താ പറയുക, ഒരു വൈബ് ടീമാണ്. യങ്സ്റ്റേഴ്സിന്റെ ഒരു കൂട്ടം. ഒന്ന് ആലോചിച്ച് നോക്കണം. വെട്ടിക്കെട്ട് പിള്ളേര്, കൊച്ചു പിള്ളേര്,
അതിലേറെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരങ്ങളുടെ ഒരു നിര, ഇതിൻ്റെ നടുക്കുള്ള ഒരു ഓൾറൗണ്ടർമാരുടെ കൂട്ടം. തൃശ്ശൂർ ഇത്തവണ ഒരു ഞെട്ടിക്കും, അതിലൊരു സംശയം വേണ്ട. നമ്മൾ ആലപ്പി സീനിയേഴ്സിൻ്റെ പറയുകയാണെങ്കിൽ ഇവിടെ ജൂനിയേഴ്സിന്റെ രണ്ട് ടീമാണ്. അപ്പോൾ നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സീസൺ വരാനിരിക്കുകയാണ്. ഒരുപിടി നല്ല താരങ്ങളുണ്ട്, ഓർത്തു വെക്കപ്പെടേണ്ട ഒരുപാട് പേരുകളുണ്ട്. ഇതിലൊക്കെ അപ്പുറത്തേക്ക് ഒരു ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, ഫസി ഇത്തവണ ഏത് ടീമിനൊപ്പമാണ്? നമ്മളിപ്പോൾ എന്താ പറയുക, ഈ ഓരോ താരങ്ങളെടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ താരത്തിന്റെ ടീമിനൊപ്പം നിൽക്കാം അങ്ങനെ ഒരു തോന്നൽ വരും. പക്ഷേ ഞാൻ ഇപ്രാവശ്യം അത് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന്റെ കൂടെ നിൽക്കാം എന്നുള്ളൊരു ആഗ്രഹമാണ്. കാരണം അത് ഒന്ന് രോഹൻ കുന്നുമ്മൽ എന്നുള്ളൊരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ ആ ഒരു താരത്തിനുള്ളതാണ്. അല്ലപ്പുറത്തേക്ക് കൈഫ് എന്നുള്ള താരത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ ഇംപ്രസ്ഡ് ആയതാണ്. കഴിഞ്ഞ വർഷം ആലപ്പയ്ക്ക് വേണ്ടിയിട്ട് കൈഫ് ഒറ്റക്കടിച്ച് ജയിപ്പിച്ച ഒരു മത്സരമുണ്ട്, മാൻ ഓഫ് ദ മാച്ചൊക്കെ. അപ്പോൾ ആ കൈഫിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പോസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൈഫിനോട് ഇക്കുറി നമ്മൾ കാസർഗോഡ് പോയപ്പോൾ സംസാരിച്ചപ്പോൾ കൈഫ് പറഞ്ഞത് അന്ന് അടിച്ച അടി ഇക്കുറിയും അടിക്കണം എന്നുള്ള ആ താരത്തിന് അപാരമായ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസിലാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇത്തവണ ആർക്കൊപ്പം എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ടീം ലൈനപ്പ്, അതോടൊപ്പം തന്നെ ടീമിൻ്റെ ഘടന, താരങ്ങളുടെയൊക്കെ വരുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒരു സാധ്യത കൽപ്പിക്കാൻ പറ്റുന്നതായിട്ട് തോന്നുന്നുണ്ടോ? നമ്മളിപ്പം 6 ടീമുകൾ എടുക്കുമ്പോൾ 6 വ്യത്യസ്ത ടീമുകളും വ്യത്യസ്ത കടലാസിലെ കാര്യമാണ്, കളത്തിലെ കാര്യമല്ല. ഇത് കടലാസിലെ കണക്ക് മാത്രമാണ്. അതെ, കാരണം കളത്തിലേക്ക് വരുന്നല്ലേ ഉള്ളൂ. കടലാസിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി സാധ്യത കാണുന്നത് ആലപ്പി റിപ്പിൾസിനാണ്. അപ്പോൾ അത് അവരുടെ ഒരു മികച്ചൊരു ടീമുണ്ട്, ബിൽഡ് ചെയ്തെടുത്തു. അവർ കൃത്യമായിട്ടുള്ള നേരത്തെ ഫോക്കസ് ചെയ്തിട്ട് വരുന്ന അവരുടെ ഒരു കൃത്യമായ ഒരു ടീം കൃത്യമായൊരു പ്ലാനിങ്ങിൽ പോയൊരു ടീമായിട്ട് എനിക്ക് തോന്നിയത് ആലപ്പി റിപ്പിൾസാണ്. ആ 3 പേര് സച്ചിൻ ബേബി, അസറുദ്ദീൻ, ജലജ് സക്സേന, ഈ 3 പ്ലേയേഴ്സാണ് ഞാൻ കാണുന്നത്. മികച്ച രീതിയിൽ കളിച്ചാൽ എന്തായാലും ആലപ്പി റിപ്പിൾസ് സാധ്യത കാണുന്നു. ഒപ്പം തൃശ്ശൂരാണെങ്കിലും തിരുവനന്തപുരാണെങ്കിലും സാധ്യത ഉണ്ട്. അവരുടെ ടീം വെച്ചിട്ട് നോക്കുക, നല്ല ഗംഭീര ടീമാണ് തൃശ്ശൂരും തിരുവനന്തപുരം. ശരി, ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നില്ല. കാരണം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എന്ത് പറയണം എന്നറിയാതെ ബ്ലാങ്കായി നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ പേരുകൾ പലതും പറയുമ്പോഴേ ഒരാളുടെ പെർഫോമൻസ് മതിയല്ല കളി മാറാൻ. ഒന്നും ഒറ്റ ആള് മതി. ഇപ്പം ബിജു നാരായണൻ അന്ന് വന്ന് ലാസ്റ്റ് ബോൾ 6 അടിച്ച് ജയിപ്പിച്ചതുപോലെ ഒരാള് കളി മാറ്റാൻ കെൽപ്പുള്ള. പക്ഷേ ഈ പറഞ്ഞതുപോലെ കടലാസിലെ പുലികളായി നമുക്ക് ആലപ്പുഴയെ കാണാമെങ്കിലും യൂത്തിൻ്റെ ഒരു പ്രസൻസിൽ നമുക്ക് തൃശ്ശൂരിനെ കാണാമെങ്കിലും ഒത്തിണക്കത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കോഴിക്കോടിനെ നമുക്ക് മനസ്സിലാക്കാമെങ്കിലും തിരിച്ചു വരവിനായിട്ട് കൊതിച്ചു നിൽക്കുന്ന തിരുവനന്തപുരത്തിനെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും കഴിഞ്ഞ തവണ മിസ്സായി പോയ കപ്പ് തിരിച്ചെടുക്കാൻ വേണ്ടി കൊല്ലം അരയും തലയും മുറുക്കി വരുന്നുണ്ടെങ്കിലും ഇതല്ല, ഞങ്ങൾ വിട്ടുതരില്ല, സഞ്ജു ഇല്ലെങ്കിലും ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യണം, ഞങ്ങളുടെ ടീം ഒറ്റക്കെട്ടാണ്, ഞങ്ങൾ ഗംഭീര ടീമാണ് എന്ന് കൊച്ചി പറയുമ്പോഴും ഇത്തവണ ഞാൻ പറയുന്നു പ്രവചിക്കാൻ പറ്റുന്നതല്ല. അത്രയേറെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സാധ്യത പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതൊരു ആഘോഷമായിരിക്കും. നമ്മളെ സംബന്ധിച്ച് കേരള ക്രിക്കറ്റിന് KCL ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ദിവസങ്ങളാണ്. അപ്പോൾ കണ്ണെടുക്കാതെ കാണണം എന്നുള്ളതാണ് എല്ലാ ക്രിക്കറ്റ് ആരാധകരോടും നമുക്ക് പറയാം. നമുക്ക് ഈ 240 പന്താണ് 2 ടീമിനോട് ആകെ കളിക്കാനുള്ളത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആ പന്തൊക്കെ എറിഞ്ഞ് കഴിഞ്ഞ് ഒരു ടീം മത്സരം ജയിക്കുന്നു അല്ലെങ്കിൽ അവസാനം ടൂർണമെൻറ്റ്സ് ഒരു ടീം കപ്പടിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അൾട്ടിമേറ്റ്ലി ജയിക്കാൻ പോകുന്നത് കേരള ക്രിക്കറ്റാണ്. അതിൽ നിന്നും ഒരുപാട് താരങ്ങൾ ഇന്ത്യൻ ടീമിന് സംഭാവന ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് സംഭാവന ചെയ്യാൻ പറ്റുമ്പോൾ അവിടെ വിജയിക്കുന്നത് KC എടുക്കുന്ന എഫേർട്ടുകളാണ്, KCL എന്ന ടൂർണമെൻറ്റിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്. അങ്ങനെ കേരള ക്രിക്കറ്റ് വിജയിക്കട്ടെ, KCL വിജയിക്കട്ടെ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ കേരള താരങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു ഇന്ത്യൻ ടീമിനെ നമ്മൾ സമീപകാലത്ത് തന്നെ കാണട്ടെ, ഭാവിയിലല്ല സമീപകാലത്ത് തന്നെ കാണട്ടെ.